ദീപകത്തിന് നീതി കിട്ടണം, യുവതിയെ അറസ്റ്റ് ചെയ്യണം. ഇതാണ് കേരളം ഒട്ടാകെ ലോകമൊട്ടാകെ ആഗ്രഹിക്കുന്ന ഒരു സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ഒരു അയ്യോപാവം മനുഷ്യനായിരുന്നു. ആൻഡ് ഇത് ഒരു മാനിപ്പുലേറ്റഡ് കേസാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്ത്രീ വന്നിട്ട് ഒരു തെറ്റും ചെയ്യാതെ അറിയ പോലും ഇല്ലാതെ ബസ്സിൽ വെച്ചിട്ട് ആ ബസ്സിൽ കയറുന്ന സീക്വൻസ് നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ബസ്സിലോട്ട് പുള്ളി ഞാനത് കണ്ടപ്പോ ആലോചിച്ചേ, ദൈവമേ ഈ ബസ് ഒന്ന് പുള്ളിക്ക് മിസ്സായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പുള്ളി ഒന്ന് ലേറ്റ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ബസ്സിൽ കയറിയത് അത് സത്യം പറഞ്ഞ മരണത്തിലോട്ടുള്ള ഒരു വഴിയായിരുന്നു. സത്യം പറഞ്ഞ ആ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ബസ് ഒന്ന് മിസ്സായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ എന്റെ സ്ത്രീകളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സെൽഫ് പ്യുവർ കേസ് ഞാൻ പറഞ്ഞു. എന്നെ ഒരുത്തൻ കയറി പിടിച്ചു, അല്ലെങ്കിൽ എന്നോട് ഒരുത്തൻ മോശമായിട്ട് ബിഹേവ് ചെയ്തു. ആ സമയത്ത് എനിക്ക് ഫോൺ എടുത്ത് വീഡിയോ ഓണാക്കാനുള്ള മൈൻഡ് വരില്ല. ചകളപ്പടക്കം കൊടുക്കാനേ എനിക്ക് തോന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഓൾ കേരള മെൻസ് അസോസിയേഷനിൽ രാഹുൽ ഈശ്വർ സ്പെഷ്യൽ താങ്ക്സ് ടു, വളരെയധികം നന്ദി എന്ന് പറഞ്ഞാൽ ഐ എം സോ ഹാപ്പി. കാരണം ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു കാര്യങ്ങള്. ഇന്ന രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണം, വേണം. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര പ്രൗഡ് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപക് പുള്ളിയുടെ ആത്മാവിന് ശാന്തി ഇട്ടിട്ട് നമുക്ക് കേൾക്കാം എന്തൊക്കെയാണ്. പൈസ ഒരാൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ നഷ്ടപ്പെട്ടാൽ ആള് നഷ്ടപ്പെട്ടാൽ തന്നെയാണ്. പക്ഷെ രാഹുൽ ഈശ്വർ ചെയ്ത കുറച്ച് കാര്യങ്ങളും കൊണ്ടുവരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളും നമുക്ക് കേൾക്കാം. കേൾക്കാം നമുക്ക്. ആദ്യം തന്നെ ഞങ്ങള് ദീപകിന്റെ കുടുംബത്തിന് 1 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ് കരുതിയത്. ഇപ്പോ 3,17,000 രൂപ, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ 3,17,074 അല്ലെങ്കിൽ 3,17,000 രൂപ ഇപ്പോ ദീപകിന്റെ വീട്ടുകാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ദീപകിന്റെ അക്കൗണ്ടിലേക്കും പിന്നീട് 2 ലക്ഷം രൂപയും മലബാർ ഗോൾഡിന്റെ ശ്രീ AK ഫൈസൽ ജി, അതേപോലെ ശ്രീ ഹിലർ അബ്ദുള്ള, അദ്ദേഹം ഫാസ്റ്റ് ലൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ MD ആണ്. രണ്ടുപേരും ദുബായിലുള്ളവരാണ്. അവർ ചെയ്തിട്ടുണ്ട്. അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് നമ്മുടെ അക്ബർ സാർ അടക്കമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. MRFന്റെ ശ്രീ ജോയ്, ശ്രീ മുകേഷ്, അഖിൽ അടക്കമുള്ള ആൾക്കാർ, അഖിലുണ്ട്. ഹോമീസ് എന്ന് പറയുന്ന ഒരു ആപ്പ്, അങ്ങനെ ഞങ്ങളൊരു പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ഹോമീസ് മെൻ കി ബാത്ത് എന്നുള്ള ആപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വേറെ ആരെയും. അപ്പോൾ ആ രീതിയിൽ നമ്മളാ കഴിയുന്ന സപ്പോർട്ടുണ്ട്. അപ്പോൾ 2 ആവശ്യങ്ങളാണ് മുമ്പോട്ട് വെച്ചത്. പേരൻസിനോടും അഭ്യർത്ഥിച്ചു, ഇവരുടെ റിലേറ്റീവ്സിനോടും. ഒന്ന്, ജനുവരി 17 ഇദ്ദേഹത്തിന്റെ ജന്മദിനം. ആ ദിവസം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അവസാനത്തിലേക്കും പോകാൻ ദൗർഭാഗ്യവശാൽ സംഭവം ഉണ്ടായത്. അപ്പോൾ ജനുവരി 17 കേരളത്തിൽ നമ്മൾ പുരുഷാവകാശ ദിനമായിട്ട് ആചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ നമ്മൾ ഈ മെൻസ് ഫൗണ്ടേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും കൂടെ നമ്മൾ പറയുന്നുണ്ട്. കാര്യം ഒരു പുരുഷൻ അവൻ്റെ അവകാശങ്ങളിലും അവൻ്റെ ജീവിതത്തിലെ വേദന സംഭവിച്ച് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞതാണ്. അതോടൊപ്പം ദീപകിൻ്റെ ഓർമ്മ നിലനിർത്താൻ, കാര്യം നമ്മളൊക്കെ ഈ ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ 1 മാസമോ 2 മാസമോ കാണുന്നത്. ഇവരുടെ ജീവിതം അതിനു ശേഷവും തുടർന്നു പോകണമല്ലോ. അപ്പോൾ ദീപകിൻ്റെ ഓർമ്മ നിലനിർത്താൻ, ദീപകിൻ്റെ സ്മരണാർത്ഥം 24 hours ലഭ്യമായൊരു ഹെൽപ്പ് ലൈൻ ഞങ്ങൾ അതിൻ്റെ വിഷയങ്ങൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ സെറ്റപ്പ് ചെയ്യും. 24 മണിക്കൂറും ഏത് പുരുഷനും വിളിച്ചാൽ കിട്ടാൻ സാധിക്കുന്ന മൊബൈൽ ഫോൺ, ലാൻഡ് ലൈൻ നമ്പർ അല്ല. പലപ്പോഴും ലാൻഡ് ലൈൻ നമ്പർ ഗവൺമെൻറ്റൊന്നും വർക്ക് ചെയ്യാറില്ല. പുരുഷന്മാർക്ക് ലഭിക്കാൻ കിട്ടുന്ന ഒരു നമ്പർ വാട്സപ്പ്. അതിൽ വിളിക്കുമ്പോൾ പുരുഷന്മാർക്ക് ആദ്യഘട്ടത്തിൽ തീർച്ചയായിട്ടും, അതായത് അവർ സംസാരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് അവരെ ഒരു ലോയറുടെ അടുത്തേക്ക്, ഒരു ഡോക്ടറുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ലൈഫ് കോച്ചും ലീഗൽ കോച്ചിലേക്കും സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ടുണ്ട്. അതിന് വ്യത്യസ്ത സംഘടന. ഫുൾ ഡീറ്റെയിൽസ് റിപ്പോർട്ടർ ലൈവിലുണ്ട്. ഞാൻ എൻ്റെ മെയിൻ ഹൈലൈറ്റ് സംഭവങ്ങളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ആക്ച്വലി എനിക്ക് വളരെയധികം സന്തോഷമായി കാര്യങ്ങൾ കേട്ടപ്പോൾ. അതായത് 17th പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. 17th തന്നെയാണ് പുള്ളി നമ്മളെ മരിച്ചത്. അപ്പോ കൊണ്ടുവന്ന കാര്യങ്ങൾ 24 അത് പ്രത്യേകം എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നിയത് എന്താണെന്നറിയാമോ? നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പ്രളയം വരുമ്പോഴും സ്ത്രീകൾക്കാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും ഒക്കെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടാവും. വെറുതെ വെയിലത്ത് കുത്തി നിർത്തിയേക്കുന്ന കുറച്ച് കമ്പ് പോലെ ഇങ്ങനെ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനകത്തേക്ക് വിളിച്ചാൽ കിട്ടാറ് പോലും ഇല്ല. പക്ഷെ ഇവിടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട്, അതായത് ഇപ്പൊ ഈ ലോയർ ആണെങ്കിലും പോലീസ് ആണെങ്കിലും, ഈവൻ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിലും, എല്ലാ രീതിയിലുള്ള ഒരു ഹബ്ബാണ് ഫോർ ആർക്ക്, പുരുഷന്മാർക്ക്. 2026 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയൊരു മാറ്റമായിട്ടും ഇതിനെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫെമിനിസം പറയുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിനകത്തേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ ഒരു വിഷയം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നിട്ട് ഒരു ലൈക്ക് ആണും പെണ്ണും ഇതിനകത്ത് ഈ ഫെമിനിസം അല്ലെങ്കിൽ ഈക്വാലിറ്റി തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് ആൾക്കാരുകളുണ്ട്. കാരണം അത് ഇവിടെ കേരളത്തിൽ ഫെമിനിസം കാണുമ്പോൾ ഇത് ഫെമിനിസം ആണോ, ചില സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ള റിവെഞ്ച് ആണോ, ഏതെങ്കിലും ഒരു പുരുഷൻ ഇവരുടെ ജീവിതം നശിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ കുടുംബം നോക്കുന്ന പുരുഷന്മാരുടെയും കൂടി മെക്കെട്ട് കയറുന്ന രീതിയിലുള്ള ഫെമിനിസം അറ്റാക്ക് കാര്യങ്ങൾ. ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫെമിനിസം അറ്റാക്ക് എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് സ്ത്രീകളുടെ ശത്രുള്ള കാര്യം പറയാലോ. അവർക്ക് മേലെ ഒരു സ്ത്രീ പോകുന്ന കാണികളിൽ അടിച്ചിടാനായിട്ട് നോക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഉണ്ട്. എനിക്ക് അത് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ആൻഡ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇങ്ങനെ ഒരു റൂൾസും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുവന്നതിനും ആ ഒരു കുടുംബത്തിന് രാഹുൽ ഈശ്വർ ചെയ്തൊരു ധനസഹായം, രാഹുൽ ഈശ്വറിനും നന്നായിട്ട് അറിയാം ദീപകിന് പകരം ദീപക് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് മുന്നോട്ട് ജീവിക്കാനും അവരുടെ കാര്യങ്ങൾക്കായിട്ടും പറ്റുന്ന രീതിയിൽ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഈ ഒരു കോൺട്രിബ്യൂഷന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ആൻഡ് വേറൊരു കാര്യം എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പറയാനുള്ളത്, യെസ് ഇതിലിപ്പോ ദീപക് നിരപരാധിയാണ്. ഇവിടെ ഫുൾ തെറ്റും സ്ത്രീയുടെ ഭാഗത്തു നിന്നാണ്. ഇൻ സം കേസസ് മേ ബി ഇത് ഉൾട്ടയടിക്കാം, പുരുഷന്റെ ഭാഗത്തായിരിക്കാം പ്രശ്നം, സ്ത്രീ നിരപരാധിയായിരിക്കും. ആ ഒരു സിറ്റുവേഷനിലും പുരുഷന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും പുരുഷന്റെ ഭാഗത്തുള്ള സംഭവങ്ങൾ ലൈക്ക് വെരിഫൈ ചെയ്ത് അന്വേഷിച്ച് പുരുഷന്റെ ഭാഗത്താണ് തെറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴും അവിടെ പുരുഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ലോ ഇൻ ദ സെൻസ് ലൈക്ക് അവരെ അകത്തിടാനുള്ള ഒരു ഇനിഷ്യേറ്റീവും ഒരു സപ്പോർട്ടും ഓൾ കേരള അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷനെ മെക്കെട്ട് കയറുന്ന സ്ത്രീകൾക്കെതിരെ സംസാരിക്കാൻ നിൽക്കുന്ന പോലെ തന്നെ ഒരു കാര്യമില്ലാതെ സ്ത്രീയുടെ മെക്കെട്ട് കയറുന്ന പുരുഷന്മാർക്ക് സംസാരിക്കാനും ഇവിടെ അസോസിയേഷൻ ഓൾ കേരള അസോസിയേഷൻ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസ് അസോസിയേഷൻ വേണം. കാരണം ചില അസോസിയേഷൻസ് ഫുള്ളി കോൺട്രിബ്യൂട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫെമിനിസം കേസ്, ഫെമിനിസം സ്റ്റാറ്റസ് വൈസ് ആണ് നോക്കുന്നത്. ഒരു സാധാരണ സ്ത്രീക്ക് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഈ ഫെമിനിസം പറയുന്ന ആൾക്കാർ ഒറ്റ ഉണ്ടാവില്ല. ഈ സ്ത്രീയെ പറ്റി സംസാരിച്ചാൽ എനിക്ക് കുറച്ച് ഹൈപ്പ് ഉണ്ടാവും, കുറച്ച് റീച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഫെമിനിസം ടീമാണ്. അപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് മനുഷ്യർ ഇപ്പൊ പുരുഷന്മാരാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, അവർക്കും അഭിമാനവും ജീവിതവും സന്തോഷവും ഡ്രീംസും കുടുംബവും അച്ചീവ്മെന്റ്സും എല്ലാം 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 ഉണ്ട്. പുരുഷന്മാർക്ക് പകുതി സ്ത്രീകൾക്ക് ഫുള്ളൊന്നുള്ള രീതിയിലൊന്നുമില്ല. അപ്പൊ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ ഇതിനകത്ത് സ്റ്റാറ്റസ് ഇഷ്യൂവും കാര്യങ്ങളും ഒന്നും നോക്കാതെ പാവപ്പെട്ടവനാണെങ്കിലും പൈസ ഉള്ളവനാണെങ്കിലും പൈസ ഇല്ലാത്തവനാണെങ്കിലും എന്തായാലും ആ ഒരു രീതിയിൽ സപ്പോർട്ട് രാഹുൽ ഈശ്വർ ഇത്രയും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അതെല്ലാം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ദീപകിന് വേണ്ടിയിട്ട് ഇത്രയും എനിക്ക് പേഴ്സണലി തോന്നുന്നത് അയാളുടെ ആത്മാവിന് ശാന്തി കിട്ടണം, സന്തോഷിക്കട്ടെ. കാരണം ഒരു അയ്യോ പാവമാണ് പ്രഷർ കാരണം മാനഹാനി കാരണം ഒരു കയറിൽ തൂങ്ങേണ്ട വന്നത്, ഒരു ബസ്സിൽ ഒരു ബാഗ് എടുത്ത് പോകേണ്ട വന്നു. അതിലൊരു ക്യാപ്ഷൻ ഞാൻ കണ്ടു, മുലയിൽ സൈനൈഡ് വെച്ചിട്ട് ഒരു ജീവൻ ഒടുക്കി. ഇതിലും വലിയൊരു വാക്ക് വേറെ ഇല്ല. അപ്പൊ സ്ത്രീകൾക്ക് മുലകൾ 2 ഉണ്ട്. 2 മുലകളിൽ സൈനൈഡ് വെച്ചിട്ട് ഇനി അധികം മരണം ഉണ്ടാവാതിരിക്കട്ടെ. സ്ത്രീകളുടേതായ രീതിയിൽ ജീവിച്ചു പോട്ടെ. ഇനി ഒരു സ്ത്രീയും ഇങ്ങനൊരു പുരുഷന്റെ ഇടയിലേക്ക് അനാവശ്യമായി ഇല്ലാത്തൊരു കേസും കൊണ്ട് വരാതിരിക്കട്ടെ. ദീപകിന് നീതി കിട്ടട്ടെ, യുവതിക്ക് തക്കതായ ശിക്ഷ കിട്ടട്ടെ. ഏത് പാതാളത്തിലാണെങ്കിലും കേരള പോലീസ് അവളെ തൂക്കട്ടെ.